കൊച്ചുമുതലാളി എന്തായാലും അവളുടെ കർണക്കുറ്റി നോക്കി തിരിച്ചൊരടി കൊടുക്കാൻ മോശമായി പോയി. എടോ കേട്ടിട്ടില്ലേ, നാറി മർദ്ദനം പാപം. അമ്മ നാറിയാണ്, സഹോദരി നാറിയാണ്, ഭാര്യ നാറിയാണ്, കാമുകി നാറിയാണ്. പെണ്ണുങ്ങളെല്ലാം നാറികളാണ്. ഇതെനിക്കറിയില്ലായിരുന്നിട്ടാ പെണ്ണുങ്ങളൊക്കെ നാറികളാണെന്ന്. ആ നാറിയല്ലടോ നാറി, പിന്നെ നാരികൾ, സ്ത്രീകൾ. എത്രയോ തിരിച്ചടികൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അടിയും അങ്ങനെ കണ്ടാൽ മതി. തനിക്ക് ശരിക്ക് വേദനിച്ചോ? പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. ഒരു തരം നല്ല സുഖമുള്ള വേദന. വേദനയ്ക്ക് സുഖോ? ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലോ സുഖം. അങ്ങനെ ഒരു വേദനയുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അന്നു ഈ ഒരു അടിയുടെ കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായി മാറാൻ കൊടുക്കും. ഇനി പതുക്കെ പതുക്കെ പോകാനൊന്നും നേരമില്ല. നമ്മൾ പറഞ്ഞ കാലാവധി ഇന്ന് തീരും. നമ്മൾക്കൊരു എക്സ്റ്റൻഷൻ ചോദിക്കാൻ കൊടുത്താലോ? ഒരു 15 ദിവസം കൂടി. 15 ദിവസമല്ല, 15 മാസം കൊടുത്താലും ഇത് നടക്കാൻ പോകുന്നില്ല. നാറി വിഷയത്തിൽ താൻ വളരെ വളരെ പുറകിലാണ്. നമ്മൾക്ക് മറക്കാൻ പറ്റണില്ല. എന്നാ പിന്നെ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം? ഇനി ആ മാർഗം പറഞ്ഞ മുതലാളിമാരെന്നെ തടയോ? തടയില്ല, പറയാൻ കൊടുക്കണോ? അമ്മയാണ് സത്യം. തന്റെ അമ്മയാണ് സത്യം. എന്നാ പിന്നെ ഞാൻ അവളെ പോയി ഇങ്ങോട്ട് പൊക്കിയെടുത്തു. പെൺഭൂതം പറഞ്ഞിട്ടാ മിച്ചി വെങ്കട്പതി ഈ മാറണം എന്താണ് ഇങ്ങോട്ട് പറഞ്ഞത്? വരൂ വരൂ, വരാൻ കൊടുക്കണം. പാട്ട് പാടി പുറകെ നടന്ന അവള് മൂക്കും കുത്തി വീഴുന്ന ആരുടെ മണ്ടയിൽ ഉദിച്ച ബുദ്ധിയാ? സേട്ടന്റെ. ഗാനരചനയും സംഗീത സംവിധാനവും ഒക്കെ നിർവഹിക്കാൻ കൊടുത്തത് സേട്ടനാണ്. പാട്ട് കൊള്ളാം, താങ്ക്സ്. പക്ഷേ സിറ്റുവേഷൻ ഏറ്റില്ല. നമ്മൾക്ക് ആനന്ദ ഭൈരവിൽ ഒരു പിടിപ്പിച്ചാലോ ദേവ? നല്ല രസമായിരിക്കും. ഇനി എങ്ങും പിടിക്കാനും കൊടുക്കാനും നമ്മളില്ല. അതെ, കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ വട്ടുണ്ടോ? എന്നാ പിന്നെ കാപ്പി എടുക്കാം. മാഡം ചൂടായിരിക്കുന്നത് കണ്ടില്ലേ? തണുത്തത് എന്തെങ്കിലും കൊടുക്കണോ? എന്നാ പിന്നെ ഫ്രിഡ്ജിൽ ഐസ് തന്റെ തലയിൽ വെച്ചാൽ മതി, ബുദ്ധി വരും. മാഡം പറയാൻ കൊടുക്കും. 30 ദിവസം കൊണ്ട് കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് എന്തായി? ഇയാളെ ഇഷ്ടം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വെല്ലുവിളിച്ചു പോയതാണ്. നമ്മൾ തോറ്റു, നിങ്ങൾ ജയിച്ചു, സമ്മതിച്ചു. ഒരു കോംപ്രമൈസ് ആക്കിയിട്ട് അവരെ നമ്മൾക്ക് തരാൻ കൊടുത്തൂടെ? നോ പറയരുത്. അത്രയ്ക്ക് ഇഷ്ടമായി പോയതുകൊണ്ടാണ്. ആർക്ക്? ഇയാൾക്ക്. വാസി വൈരാഗ്യം മറന്ന് ഈ കല്യാണം നടത്താൻ കൊടുത്തുകൂടെ? ഇയാൾ ആ കുട്ടിയെ പൊണ്ണുപോലെ നോക്കും. ഇനി സ്വത്ത് പോരെങ്കിൽ നമ്മളുടെ സ്വത്ത് കൂടെ കൊടുക്കാം. ആ കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. രേഖ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല. പെൺകുട്ടിയല്ലേ? ഞാനത് എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും? അതെ, കൊങ്ങിണി പറഞ്ഞ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കൊങ്ങിണി അറിയോ? ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നമ്മൾക്ക് അറിഞ്ഞിടത്തോളം മതി. ആ കുട്ടി ഏതാ ജാതി എന്നറിയോ? ജാതിയിൽ നമ്മളെക്കാൾ താഴെയാണെങ്കിലും ഹിന്ദു അല്ലേ, അത് മതി. ആ കുട്ടി ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ്. എനിക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ കൂടപ്പിറപ്പായിട്ട്. അവളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ സഹോദരനെ കുറിച്ച് അറിയണം.